ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ GP റേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കമൻസും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതുകൊണ്ടാണ് വീണ്ടും GP റേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ അധികം കുട്ടികൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോസൊക്കെ മെർച്ചൻ്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്ത് അറിയാൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു GP റേറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോസൊക്കെ കാണും തോറും കുട്ടികൾക്ക് ഓരോ ഡൗട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഡൗട്ടൊക്കെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ ഒരു GP റേറ്റിങ്ങിൻ്റെ പേരിൽ പല ഏജൻസിയിലും പോയിട്ട് ഫേക്കായിട്ട് ട്രാപ്പായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ അപ്പം നമ്മൾ കരുതി ഒരു GP റേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇവരുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ഡൗട്ട്സൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തേക്കാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയട്ടെ, GP റേറ്റിംഗ് എന്ന് പറയുന്നത് 10th കഴിഞ്ഞ ഒരാൾക്ക് മർച്ചൻ്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ് ഈ GP റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു GP റേറ്റിങ്ങിനെ കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 10th കഴിഞ്ഞവർക്കാണ് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു. ഇതൊരു 6 മന്തിൻ്റെ കോഴ്സാണ്. 10th നിങ്ങൾക്കൊരു 50% ഒക്കെ മാർക്ക് കിട്ടിയവരാണെങ്കിൽ ഈ ഒരു GP റേറ്റിങ്ങിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ മെർച്ചൻ്റ് നേവിയിലെ മറ്റു കോഴ്സുകളെ അപേക്ഷിച്ച് മറ്റു കോഴ്സുകളൊക്കെ ഡ്യൂറേഷൻ കുറച്ചധികമുണ്ട്, അല്ലെങ്കിൽ ഫീസ് കുറച്ചധികമുണ്ട്. പക്ഷേ മെർച്ചൻ്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കുറഞ്ഞ കാലാവധിയിൽ പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് GP റേറ്റിംഗ് കോഴ്സ്. അത്ര വലിയതായിട്ട് മോശം പറയാൻ പറ്റുന്ന കോഴ്സൊന്നുമല്ല. മെർച്ചൻ്റ് നേവിയിൽ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, മെർച്ചൻ്റ് നേവിയിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണ് പഠിക്കുന്നത്, ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ പഠിക്കാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 10th കഴിഞ്ഞു, ഇനി കൂടുതൽ പഠിക്കാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ +2 കൊമേഴ്സാണ്, സോ മെർച്ചൻ്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇനി കൂടുതലായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സസോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് പോലുള്ള കോഴ്സസ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല, നമുക്ക് പെട്ടെന്ന് മെർച്ചൻ്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യണം, അതായത് കുറഞ്ഞ ഫീസിൽ എത്രയും പെട്ടെന്ന് തന്നെ മെർച്ചൻ്റ് നേവിയിലേക്ക് കയറി പറ്റണം എന്ന് ആഗ്രഹമുള്ളവരാണ് മെയിനായിട്ട് ഈ ഒരു GP റേറ്റിംഗ് കോഴ്സ് എടുക്കുന്നത്. അല്ലാതെ എടുക്കുന്നവരാണെങ്കിൽ കൊമേഴ്സൊക്കെ കഴിഞ്ഞിട്ട് അതിയായ ആഗ്രഹം ഉണ്ടാവും അവർക്ക് മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് ഒരു ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർക്കും ഈ GP റേറ്റിംഗ് കോഴ്സ് എടുക്കാം. അതിന് സയൻസ് ബേസ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ അങ്ങനെയുള്ള കുട്ടികളും ഈ പറഞ്ഞതുപോലെ GP റേറ്റിംഗ് പഠിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ മെയിൻ കാര്യം തന്നെയാണ്, എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നത്, അത് ഈ ഒരു GP റേറ്റിംഗ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ആഡ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സാധാ തട്ടിക്കൂട്ട് സെറ്റപ്പിലുള്ള ഏതെങ്കിലും GP റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട് അവിടെ ഇരിക്കലേ ഉണ്ടാവും, ജോലി സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ഒരു GP റേറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക് സൈറ്റിലോട്ടേക്കും എൻജിൻ സൈറ്റിലോട്ടേക്കും ജോലിക്ക് കയറാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞതുപോലെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ജോബ്, ആരായിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ജോബിൽ കയറാൻ സാധിക്കുക, എത്രയാണ് ഫീസ്, എത്രയാണ് സാലറി എന്നൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സോ ഈ ഒരു GP റേറ്റിങ്ങിൽ നിങ്ങൾക്ക് എൻജിൻ സൈഡും ഡെക് സൈഡിലും ഉള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ 6 മാസത്തെ കോഴ്സിൽ തന്നെ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എൻജിൻ്റെയും ഡെക് സൈഡിൻ്റെയും 2 ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പഠിക്കുന്ന കുട്ടികളായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്കാണോ ജോലിക്ക് കയറേണ്ടത് അല്ലെങ്കിൽ ടെക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, ഫീൽഡ് അല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് കയറാവുന്നതുമാണ്. പറഞ്ഞതുപോലെ ഡെക്ക് സൈഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പെയിൻറ്റിങ്, അതുപോലെ ക്ലീനിങ്, പിന്നെ സീനിയർ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജോലി വരുന്നത്. നേരെ മറിച്ച് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിൻ റൂമിൻ്റെ ക്ലീനിങ്, സീനിയർ എഞ്ചിനീയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ ജോലി കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുന്നത്, ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ ഒരു ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡ്യൂട്ടീസ്. അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറുമ്പം അത് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണോ അല്ലെങ്കിൽ ഒരു മോശം കോഴ്സാണെന്നോ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട്, അതായത് GP റേറ്റിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് സാധാരണ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തവർ പിന്നെ ചീഫ് എഞ്ചിനീയറും ക്യാപ്റ്റനും ഒക്കെ ആയിട്ടുള്ളതുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, കുറച്ച് ടൈം പിടിക്കും. നിങ്ങൾ പെട്ടെന്നൊരു പ്രൊമോഷൻ കിട്ടിയിട്ട് ഈ പറയുന്ന ഹയർ പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. GP റേറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ്സ് കൂടി നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് നിങ്ങളത് വേണോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പം ഇങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും, മറ്റ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു നോക്കും, ഇത് പഠിച്ചവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കും. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു തരും. സോ എല്ലാം അറിഞ്ഞ് GP റേറ്റിങ്ങിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് വേണ്ടത്, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടിക്കാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കോഴ്സിന്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് എനിക്ക് ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ രീതിയിലുള്ളൊരു വീഡിയോ അല്ല. ഞാൻ GP റേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീസ്, എങ്ങനെ ജോയിൻ ചെയ്യണം, അതുപോലെ സാലറി, എന്താണ് പോസ്റ്റ് ലഭിക്കുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി കുറച്ച് ആൾക്കാർ അറിയുകയും ചെയ്യാം ഈ ഒരു GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയവരാ. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, ഈ കോഴ്സ് പഠിക്കുന്നതിനെ കൊണ്ട് ജോലി തീരെയില്ല അല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തിരി താമസം പിടിക്കും ആ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ കാലത്ത് പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മർച്ചൻ്റ് നേവിയിൽ ജോലിയൊക്കെ ഒന്ന് ശരിയാവാനൊക്കെ സാധിക്കും. പ്ലേസ്മെൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു കാര്യമാണ് ഇവിടെ ലഭിക്കാത്തതും GP റേറ്റിങ്ങിന്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത്ര കാര്യങ്ങളെ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ Instagram ID ഇവിടെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.